ഇന്നത്തെ ദിവസം ഈ വിഷയം ചർച്ച ചെയ്യാൻ വളരെയേറെ അനുയോജ്യമായ ഒരു ദിവസമാണ്. കാരണം സിറിയയിൽ ഇന്ന് നടന്ന സംഭവം, ഇന്നലെ നടന്ന സംഭവം ഇന്ന് വലിയ ആഗോള വാർത്തയാണ്, കേരളത്തിലും വാർത്തയാണ്. എന്നാൽ അവരെയൊക്കെ പരാജയപ്പെടുത്തുന്ന ഒരു തീവ്ര നീക്കം കേരളത്തില് ഇന്നുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോയുടെ വിശദ വിവരങ്ങൾ അറിയേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ആദ്യ കമന്റ് ആയിട്ട് അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അത് എല്ലാ മാന്യ പ്രേക്ഷകരും കാണേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, ഇവിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, മുസ്ലിം ഭീകര സംഘടന, ആ ഭീകര സംഘടനയും SDP-യുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഒരു സംഘപ്രവർത്തകനെ കള്ളക്കേസിൽ കുരുക്കിയതാണ് വിഷയം. അപ്പൊ അത് വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് പോയി കാണുക. എന്നിട്ട് ആ പയ്യനെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ പേ നമ്പർ, എല്ലാ UPI ട്രാൻസാക്ഷനും ഈ 2 നമ്പറുകളിലേക്ക് ചെയ്യാം. ഇനി UPI ട്രാൻസാക്ഷൻ അല്ല, അക്കൗണ്ട് ത്രൂ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ അതിലേക്ക് നിങ്ങൾ ചെയ്യുക. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് താൽക്കാലികമായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നിയമസഹായ വേദിയാണ്. ഇനി അതിനൊരു ലീഗൽ ഫോമിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് സഹോദരങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാവരും സഹായം ചെയ്യുക. ആ വ്യക്തിയുടെ എന്താണ് കേസ്, എല്ലാ വിശദ വിവരങ്ങളും ഇന്നലെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ആദ്യ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നമ്മുടെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് UDF-ൽ ഉണ്ടായിരിക്കുന്ന ഭിന്നതയാണ്. ഈ ഭിന്നത മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഭിന്നതയാണ് ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് കേരളത്തിലെ UDF-ലെ ബാക്കി ഘടകകക്ഷികൾ മണിക്കൂറുകൾക്കുള്ളിൽ കീഴടങ്ങുകയും ചെയ്തു. ഇപ്പൊ സിറിയയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ നീണ്ടുനിന്ന പോരാട്ടങ്ങൾ, ദിവസങ്ങളോളമുള്ള ഈ തെരുവ് യുദ്ധങ്ങൾ, അവസാനം പ്രസിഡന്റിന്റെ കൊട്ടാരം ആക്രമിച്ച് പിടിക്കുക, നമ്മുടെ അടുത്ത ബംഗ്ലാദേശിൽ പോലും അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇതിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ കേരളത്തിൽ ഇത് സംഭവിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോ ജൂലാനി സിറിയയില് അധികാരം പിടിച്ച കാര്യം ഇപ്പൊ ബൈജു പറഞ്ഞു. ഈ ജൂലാനി സിറിയയിൽ അധികാരം പിടിക്കുന്നതിന് മുൻപ് 51 വർഷം മുമ്പ് അവിടുത്തെ ബാഷറിന്റെ, അതായത് ഇപ്പോ ഓടിപ്പോയ, കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയപ്പെടുന്ന ബാഷർ അൽ അസദ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഭരണാധികാരിയുടെ പിതാവ് 1971 സിറിയയിൽ അധികാരത്തിൽ വരുന്ന ഒരു പട്ടാള അട്ടിമറിയിലൂടെയാണ്. തികച്ചും ഈ ഇസ്ലാമികമായിട്ടുള്ള തീവ്രവാദി. അദ്ദേഹം അവിടെ ഒരു ഫാത്ത് പാർട്ടി എന്നൊക്കെ പറഞ്ഞ പാർട്ടിയൊക്കെ സ്ഥാപിച്ച് പിന്നെ ഭരണം തുടങ്ങി. ഇപ്പൊ 51 കൊല്ലമായി. അതിനിടയ്ക്ക് അയാൾ മരിച്ചു. അയാളുടെ മകൻ ആണ് ഇപ്പോ ബാഷർ ഭരണം നടത്തുന്നത്. അപ്പോ ബാഷറിന്റെ പിതാവ് ഈ ഹാഫിസ് അൽ അസദ് എന്ന് പറയുന്ന ആളാണ് 71 പട്ടാള അട്ടിമറിയിലൂടെ സിറിയ പിടിക്കുന്നത്. അത് തീവ്രവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സിറിയ പിടിക്കുന്നത്. ഇനി നമ്മള് ഈ സിറിയയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി, ഭീകര രാജ്യമാക്കി മാറ്റിയതോടുകൂടി ആഗോളതലത്തിൽ വന്നിരിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇത് കേരളത്തിലെ ഒരു മീഡിയയും ഇതുവരെ വിലയിരുത്താത്ത ഒരു കാര്യമാണ്. പക്ഷെ നാളെ ഇത് ചർച്ചയ്ക്ക് വരും. സഹേൽ രാജ്യങ്ങൾ എന്ന് പറഞ്ഞ ആഫ്രിക്കയിലെ കുറച്ച് രാജ്യങ്ങൾ, അവിടെ നിന്നാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നിയന്ത്രിക്കപ്പെടുന്നതും അവിടെയാണ് തീവ്രവാദികളെ മുട്ട അടയച്ച് വിരിയിക്കുന്ന പോലെ ഹാച്ചറികളിൽ തയ്യാറാക്കി ലോകമെമ്പാടും അയക്കുന്നത്. അതില് വരുന്ന രാജ്യങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. ഇപ്പൊ കാമറൂൺ 40% മുസ്ലിം ഉണ്ട്. ചാഡ് എന്ന് പറയുന്ന ഒരു മറ്റു രാജ്യം 55% മുസ്ലിമാണ്. മൗറിറ്റാനിയ 90% മുസ്ലിമാണ്. മാലി 95% മുസ്ലിമാണ്. നൈജർ 99% മുസ്ലിമാണ്. സെനഗൽ 96% മുസ്ലിമാണ്. ഗാംബിയ 95% മുസ്ലിമാണ്. ഗിനിയ 85% മുസ്ലിമാണ്. ചെറിയ ചെറിയ രാജ്യങ്ങളാണ്. പക്ഷേ പരിപൂർണമായിട്ടും തീവ്രവാദികളാൽ ഭരിക്കപ്പെടുന്ന ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഇപ്പൊ ലോകരംഗത്ത് നമ്മൾ ഈ രാജ്യങ്ങളെ അത്ര അറിയപ്പെടുന്നില്ല. പക്ഷെ നാളെ അറിയപ്പെടുക തന്നെ ചെയ്യും. നമ്മളിപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ ഭരിക്കുന്നത് ആരാണെന്ന് അറിയുമ്പോഴാണ് അറിയും. ഇപ്പൊ മാലി അൽ ഖ്വയ്ദയാണ് ഭരിക്കുന്നത്. നൈജർ ബോക്കോ ഹറാമാണ് ഭരിക്കുന്നത്. നൈജീരിയ ബോക്കോ ഹറാം തന്നെയാണ് ഭരിക്കുന്നത്. ബുർക്കിന ഫാസോ എന്ന് പറയുന്ന ഒരു പ്രത്യേക രാജ്യമുണ്ട്. അവിടെ അൽ സാമൽ ഇസ്ലാം എന്ന തീവ്രവാദ സംഘടനയാണ് ഭരിക്കുന്നത്. ചാഡ് ഭരിക്കുന്നത് ബൊക്കോ ഹറാമാണ്. സെനഗൽ ഭരിക്കുന്നത് IS ഗ്രേറ്റ് സഹാറ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രേറ്റ് സഹാറ എന്ന് പറയുന്ന തീവ്രവാദ ഗ്രൂപ്പാണ്. സിറിയയില് ഇപ്പോൾ വന്നിരിക്കുന്നത് ഹയാത്ത് തഹരീം അൽ ഷാം
എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയാണ് സിറിയയിൽ ഇന്നലെ അധികാരം പിടിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം താലിബാനാണ് ഭരിക്കുന്നത്, ബംഗ്ലാദേശ് ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്, ലെബനൻ ഭരിക്കുന്നത് ഹിസ്ബുള്ളയാണ്. ഇങ്ങനെയുള്ള പക്ക തീവ്രവാദ രാജ്യങ്ങൾ എന്ന് നമ്മൾ അറിയപ്പെടുന്ന രാജ്യങ്ങൾ. എന്തുകൊണ്ടാണ് തീവ്രവാദികളാണ് ഭരിക്കുന്നത് എന്ന് സംസാരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത്? അവരൊക്കെ പുതുതായിട്ട് ഈ അടുത്ത കാലത്ത് അധികാരം പിടിച്ച് രാജ്യങ്ങളായി, ഭീകര രാജ്യങ്ങളായി മാറിയതാണ്. പക്ഷെ ഇതിനു മുൻപ് ഇതേ പ്രക്രിയ നടന്നിട്ടുണ്ട്. അവിടെ ഈ പറഞ്ഞ അട്ടിമറിയും മറ്റു കാര്യങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി പോയതുകൊണ്ട് ഇപ്പോഴാരും ഓർക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴാ രാജ്യങ്ങൾക്കൊക്കെ ഒരു മാന്യത അന്താരാഷ്ട്ര തലത്തിൽ അവർ നേടിയെടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് പ്രധാനമായിട്ടും സൗദി അറേബ്യ. ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ മുഴുവൻ ഫണ്ടിങ് അവിടുന്നായിരുന്നു. ഖത്തർ അതുപോലെ തന്നെ ഒരു സമ്പദ് രാജ്യമാണ്, ഈ തീവ്രവാദം കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. തുർക്കി ഇതിന്റെ എല്ലാം ആദിമ പിതാവ് എന്ന് പറയുന്ന രാജ്യം തുർക്കിയാണ്. അവിടെയാണല്ലോ ഖാലിഫ ഉള്ളതും കാലിഫേറ്റ് ഉള്ളതും ഖിലാഫത്ത് പ്രസ്ഥാനം അവിടെ നിന്നാണ് ആരംഭിച്ചതും ഒക്കെ നമ്മുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഇറാൻ, ഇറാഖ് എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ. ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ഇപ്പോൾ ആഗോളതലത്തിൽ സംഭാവന ചെയ്യുന്ന രാജ്യം ഇറാനാണ്. ഇറാഖ് മോശമൊന്നുമല്ല, രണ്ട് ജാതി എന്നേ ഉള്ളൂ, ഒന്ന് സുന്നി ആണെങ്കിൽ ഒന്ന് ഷിയ, അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോ നമ്മളിപ്പോ പറഞ്ഞ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്ലാമിക തീവ്രവാദികളാൽ നടത്തപ്പെടുന്ന ഒരു നീക്കമാണ്. എന്നാൽ ഈ നീക്കം ഇപ്പോൾ കാലാന്തരത്തിൽ എങ്ങനെ വരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിക്കുക. മര്യാദ രാജ്യമായിരുന്ന നമ്മുടെ തൊട്ടയൽ രാജ്യമായ നമ്മുടെ തന്നെ സൃഷ്ടിയായ ബംഗ്ലാദേശ് മര്യാദയൊക്കെ പിടിഞ്ഞു, ജനാധിപത്യമൊക്കെ മറന്നു, ഇപ്പൊ പരിപൂർണമായും തീവ്രവാദത്തിലേക്ക് വന്നു. പാകിസ്ഥാൻ രൂപം കൊള്ളുന്ന കാലത്ത് ഇസ്ലാമിക രാജ്യമായിട്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒട്ടും താമസിച്ചില്ല അതൊരു ഭീകര രാജ്യമായിട്ട് മാറി. ഇങ്ങനെ അഫ്ഗാനിസ്ഥാൻ ഒരു കാലത്ത് ശാന്തം സമാധാനമായിരുന്നു, ഇപ്പോ അത് താലിബാൻ സ്റ്റേറ്റ് ആയിട്ട് മാറി. എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഈ ലിസ്റ്റിൽ പറഞ്ഞ 10-15 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങളിലെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളും ഏറ്റവും ദരിദ്ര രാജ്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വിഷയം എന്തിനാണ് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത്? കേരളത്തിൽ ചർച്ച ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണം, കേരളത്തിൽ ഈ പറഞ്ഞ ഭീകര പ്രസ്ഥാനങ്ങളെക്കാൾ വലിയ ഭീകര പ്രസ്ഥാനങ്ങളാണ് നമുക്ക് ചുറ്റും ഉള്ളത്. നമ്മളിപ്പോ വലിയ ഭീകര പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ PDP, അതല്ലെങ്കിൽ SDPI, അതല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, ഇങ്ങനെയൊക്കെയുള്ളതിനെയാണ് കേരളത്തിൽ നമ്മൾ ഭീകരർ എന്ന് വിളിക്കുന്നത്. ഇവരൊക്കെ ലക്ഷണം തികഞ്ഞ ഭീകരർ തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ വലിയ ഒരു ഭീകര സംഘടന ഇന്ന് കേരളത്തിലുണ്ട്. അതിന്റെ പേരാണ് മുസ്ലിം ലീഗ്.